അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്തിട്ട് മൂലിയുടെ കടയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് കവറുകളുണ്ടായിരുന്നു കേട്ടോ എൻ്റെ അടുത്ത്. ഞങ്ങൾക്ക് ദസാനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നാട്ടിലേക്ക്. അപ്പോൾ അവിടെ അനിയത്തിയുടെ വീട്ടിലേക്ക് ഒരു ഓട്ടോറിക്ഷയൊക്കെ എടുത്ത് പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ വന്നേക്ക് തന്നെ സിപ്പപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അനിയത്തി. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങിക്കണമെന്ന് ഞാനും കുടിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഇവിടെ നാരങ്ങ വെള്ളം കലക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, അതൊരു ഗ്ലാസ് കുടിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഞങ്ങൾ ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. ഞാനും ഓളും സുമിയും ചെറുതായിട്ടൊക്കെ ഒന്ന്, എൻ്റെ അനിയത്തിയും ചെറുതായിട്ടൊക്കെ ഒന്ന് സഹായിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും പാടെ കൂടിയിട്ട് ബിരിയാണി വെക്കണതിലടക്കമാണ്. അവിടെ ഇങ്ങനെ നേർച്ച എന്തോ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. അവിടേക്ക് എന്തോ ഒരു റാലിയും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി നിൽക്കും, ബിരിയാണി വെക്കുകയൊക്കെ ആയിട്ട് നല്ല തിരക്കായിരുന്നു. കുറച്ച് പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലിടക്കാണ് പിന്നെ ഒരു പാമ്പിനെ കണ്ടത്. അപ്പോൾ പാമ്പാണെന്നുണ്ടെങ്കിൽ ഞങ്ങളിങ്ങനെ കണ്ട് ഞങ്ങൾ ആളെ വിളിച്ചപ്പോഴേക്കും അത് അങ്ങനെ ഒരു ബാത്റൂം ഉണ്ട് കേട്ടോ. ആ ബാക്കിൽ പെരമ്പത്തന്നെ ചാരിയിട്ടുള്ള ബാത്റൂമാണ്. അത് അങ്ങോട്ട് നേരാക്കിയിട്ടില്ല, ടൈലിൻ്റെ പണി കഴിയും. ഡോറൊക്കെ ക്ലോസറ്റും ഒക്കെ ഒന്നും ചെയ്യാത്തതുകൊണ്ട് യൂസ് ആക്കാത്തൊരു ബാത്റൂമിൽ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് കയറും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പാമ്പ്. അപ്പോൾ അതാ ബിരിയാണിയൊക്കെ വെക്കൽ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഞാൻ തന്നെ കേട്ടോ കാര്യമായിട്ട് വെച്ചിരുന്നത്. അപ്പോൾ അത് അങ്ങക്ക് കാണുന്നുണ്ടോയെന്നറിയില്ല. ഈ ഒരു പാമ്പിനെ കേട്ടോ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ അതിലിടയ്ക്ക് ബിരിയാണിയൊക്കെ ദമ്മാക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ തായ്ക്കോടുള്ള പാമ്പ് കൊടുത്തക്കാരന് വന്നു കേട്ടോ. കാര്യം അത് അതിൻ്റെ ഉള്ളിലേക്കാണ് പോയാൽ നമുക്ക് പേടിയല്ലേ. കാര്യം എന്ത് പാമ്പാന്ന് നമുക്കറിയില്ലല്ലോ, കുട്ടികളും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. അങ്ങനെ ഓലായിന്ന് നോക്കുമ്പോൾ അത് ഇവിടെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ വെക്കണേ, ഡ്രസ്സൊക്കെ തോരിയിടുന്ന ഒരു സംഭവമാണ് കേട്ടോ. അങ്ങനെ ഒരു ഏരിയയാണ്. അപ്പോൾ അവിടെ ഇരുന്നു. അപ്പോൾ അത് ചേരയുന്നു കേട്ടോ. അത് അയാൾ അങ്ങോട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. ചേരനെ അങ്ങനെ കൊല്ലാനൊന്നും പറ്റൂല. ചേര മറ്റുള്ള പാമ്പുകളെ തന്നെ നമുക്ക് പാമ്പിൽ നിന്നൊക്കെ നമുക്ക് സഹായമാണെന്നൊക്കെയാണ് പറഞ്ഞത് കേട്ടോ. അങ്ങനെയൊക്കെ അയാളെന്തായാലും അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. പൈസ ഒന്നും കൊടുത്തപ്പോൾ വാങ്ങിച്ചൊന്നുമില്ല കേട്ടോ. അങ്ങനെ വാങ്ങൊന്നും ചെയ്യൂല തോന്നുന്നു, എന്തോ അറിഞ്ഞൂടാ. പിന്നെ ബിരിയാണി അതുപോലെ തന്നെ ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. ചിക്കൻ പൊരിക്കാതെ ഇട്ടിട്ട് ബിരിയാണി വെച്ചതാട്ടോ. ഞങ്ങൾ എന്നാൾ അങ്ങനെ കഴിച്ചപ്പോൾ ഞാൻ കാക്കാനോട് പറഞ്ഞു, എന്തോ ഒരു ടേസ്റ്റ് കാക്ക ഈ ബിരിയാണി, ഇതെന്താ ഇത്ര ടേസ്റ്റ് ചോദിച്ചപ്പോൾ പൊരിക്കാതെ ഇട്ടുകൊണ്ടാണ് പറഞ്ഞു. അതിനുശേഷം പിന്നെ നമ്മൾ ആനമുളിയിൽ ഒരു ദിവസം ബിരിയാണി വെച്ചപ്പോൾ ഞാൻ പൊരിക്കാതെ കേട്ടോ വെച്ചത്. അപ്പോൾ ഇവിടെ എൻ്റെ അനിയത്തിനോട് പറഞ്ഞു നമുക്ക് പൊരിക്കാതെ വെക്കടിന്ന നല്ല രസമാണ് പറഞ്ഞപ്പോൾ അങ്ങനെ വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ബിരിയാണി. അപ്പോൾ അത് നല്ല ബിരിയാണിയും സലാഡും അച്ചാറ്, വെളുത്തുള്ളി അച്ചാറൊക്കെ ഉണ്ടായിരുന്നു. പായസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ വിരുന്നിൻ്റെ വെള്ളമാണ് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വെള്ളക്കുപ്പി അത് തന്നെയാണ് എടുത്തിട്ടുള്ളത്. എന്തോ പരിപാടി നടന്നെത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യകുട്ടിയൊക്കെ അത് അവിടെ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് പായസവും ഉണ്ടായിരുന്നു, പായസം കുടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പായസം എൻ്റെ അനിയത്തി തന്നെ ഉണ്ടാക്കിയത്. അപ്പോൾ അനിയത്തിയുടെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ.